പരിശുദ്ധ കന്യകാമാതാവിൻ്റെ മെയ് മാസ വണക്കം 24-ാം തീയതി. കന്യകാമറിയം സ്വർഗാരോപിത. പരിശുദ്ധ കന്യകാമറിയം തൻ്റെ തിരുസുതനെ പോലെ ശരീരത്തോടുകൂടി സ്വർഗാരോപിതയായി. ആ വിശ്വാസം ആരംഭകാലം മുതൽ സഭയിൽ നിലനിന്നിരുന്നു. 1950 നവംബർ 1-ാം തീയതി 12-ാം പിയൂസ് മാർപ്പാപ്പ മറിയത്തിൻ്റെ സ്വർഗാരോപണം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. അമലോത്ഭവയും എപ്പോഴും കന്യകയുമായ ദൈവമാതാവ് ഭൗതിക ജീവിതാനന്തരം ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്നത് ആവിഷ്കൃതമായ ഒരു സത്യമാകുന്നു എന്നാണ് പരിശുദ്ധ പിതാവ് തദവസരത്തിൽ പ്രസ്താവിച്ചത്. ഈ നിർവചനത്തിൽ മറിയം മരിച്ചുവെന്ന് പറയുന്നില്ല. എന്നാൽ പരമ്പരാഗതമായി കരുതുന്നതും സഭ വിശ്വസിക്കുന്നതും വേദപാരംഗതനായ വിശുദ്ധ ജോൺ ഡമൻഷീൻ സമർത്ഥിക്കുന്നതും മറിയം സമാധാനത്തിൽ അന്ത്യശ്വാസം വലിക്കുകയും 3-ാം ദിവസം ശരീരത്തോടും ആത്മാവോടും കൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്തുവെന്നുമാണ്. മരണസമയത്ത് തോമാസ് ലീഹായ് ഒഴികെയുള്ള എല്ലാ അപ്പോസ്തോലന്മാരും ദൈവമാതാവിൻ്റെ പക്കലുണ്ടായിരുന്നുവെന്നും വിശുദ്ധ സ്ലീഹായ് എത്തിയ ശേഷം കുഴിമാടം തെരഞ്ഞപ്പോൾ അത് ഒഴിഞ്ഞു കിടക്കുന്നതായി കണ്ടുവെന്നും വിശുദ്ധർ പ്രസ്താവിച്ചിട്ടുണ്ട്. പൗരസ്ത്യ സഭയിലും പാശ്ചാത്യ സഭയിലും 5-ാം ശതാബ്ദം മുതൽ മാതാവിൻ്റെ കരയേറ്റ നാൾ ആഘോഷമായി കൊണ്ടാടിയിരുന്നതിന് തെളിവുകളുണ്ട്. 13-ാം നൂറ്റാണ്ടിൽ ജപമാല ചൊല്ലി തുടങ്ങിയപ്പോൾ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണത്തെപ്പറ്റി ധ്യാനിച്ചു തുടങ്ങി. 451-ൽ കൽക്കദോനിയയിൽ ചേർന്ന സുനഹദോസിൽ വിശുദ്ധ ജുവനൽ മാതാവിൻ്റെ സ്വർഗാരോപണത്തെപ്പറ്റി പ്രതിപാദിച്ചതായി രേഖകളുണ്ട്. പരിശുദ്ധ കന്യകാമാതാവ് ശരീരത്തോടെ സ്വർഗത്തിലേക്ക് കരയേറുന്നത് ആത്മനാ ദർശിച്ച് നമുക്ക് ധ്യാനിക്കാം. സ്വർഗാരോപിതയായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. മാനവ രക്ഷാകർമ്മം പൂർത്തിയാക്കിയ ശേഷം സ്വർഗാരോഹണം ചെയ്ത ഈശോ അങ്ങയുടെ പ്രിയ മാതാവായ മറിയത്തെ ശരീരത്തോടെ അങ്ങ് സ്വർഗത്തിലേക്ക് കരയേറ്റിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. സ്വർഗാരോപിതയായ മാതാവേ, അങ്ങയുടെ മാതൃകയനുസരിച്ച് ശരീരത്തെ നിർമ്മലമായി സൂക്ഷിക്കുവാനും വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും പരിശുദ്ധരായി വർത്തിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്കു വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സുഹൃത ജപം. മാതാവേ, സ്വർഗാരോപിതയായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.